ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ദിവസമാക്കി ഇതിനെ മാറ്റണമേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ പ്രോഗ്രാമിലേക്ക്, ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പഠിച്ച വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായൊരു വചനമായിരുന്നു. ഓർക്കുക, ദൈവവചനം വായിക്കുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ജീവിക്കുന്നതും ഈ ലോകത്ത് ഏറ്റവും മനോഹരമായ, എല്ലാത്തിനേക്കാളും ഉപരിയായ സന്തോഷം തരുന്ന, ജീവിതത്തിൽ ഉന്മേഷം നൽകുന്ന ഒന്നാണ്. ജീവനുള്ള വചനം അറിയുക, പഠിക്കുക. അതാണ് നമ്മൾ ഇന്നലെ കണ്ട വചനം. അത് വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വചനമായിരുന്നു. 1-ാം അധ്യായം 3-ാം വാക്യം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. അതിങ്ങനെയാണ് പറയുക. ഈ പ്രവചനത്തിലെ വാക്കുകൾ മറന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. അത് പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പഠിക്കണം ആ വചനം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. മറന്നു പോകരുത്. ഈ പ്രവചനത്തിലെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിക്കുക, കേൾക്കുക, അത് പാലിക്കുക. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് അതുമായി ചേർന്നൊരു വചനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത്? നമ്മൾ ഒരുപക്ഷെ വായിക്കുന്നുണ്ടാവാം, എന്നാൽ സ്ഥിരമായൊരു വായനയില്ല, സ്ഥിരമായത് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ജീവിക്കുന്നില്ല. നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ചെന്നെത്തുന്നത് ഒരു വലിയ ട്രാജഡിയിലായിരിക്കും. വി ടേക്ക് റോങ് ഡിസിഷൻസ് സംടൈംസ് ദാറ്റ് എൻഡ്സ് അപ്പ് ഇൻ എ ബിഗ് ട്രാജഡി. അതുകൊണ്ട് നല്ല ഡിസിഷൻസ് എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് എന്തുകൊണ്ടാണ് തെറ്റ് പറ്റുന്നത് എന്നാണ് വചനം പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 12 വേഴ്സ് 24. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നതാണ്. വിശുദ്ധ ലിഖിതങ്ങൾ എന്താ? വിശുദ്ധ ലിഖിതങ്ങൾ വചനമാണ്. ദൈവം പറഞ്ഞ വചനങ്ങൾ, ഈശോ പറഞ്ഞ വചനങ്ങൾ, അത് അറിയായികയാണ്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. Is not this the reason you are wrong? That you know neither the scriptures nor the power of God. അപ്പോൾ ഈ വിശുദ്ധ ലിഖിതങ്ങൾ, യേശുവിൻ്റെ വചനങ്ങൾ അറിയുക, ആ വചനങ്ങൾ വായിക്കുക, ആ വചനങ്ങൾ നമ്മെ നേരായ മാർഗത്തിൽ നയിക്കുമെന്ന് വിശ്വസിക്കുക. കാരണം ഇത് ജീവനുള്ള വചനമാണ്. ദൈവവചനം മാംസമായതാണ് യേശു, അല്ലേ? ഈശോ ദൈവവചനം മാംസമായത്. ദൈവം മാംസമായി ഈ ഭൂമിയിൽ, വചനം മാംസമായി ഈ ഭൂമിയിൽ അവതരിച്ചതാണ്. അതുകൊണ്ട് അത് ജീവനുള്ള വചനമാണ്. അതിനെ മുറുകെ പിടിക്കുക. ആ വചനം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നേരായ മാർഗത്തിൽ ചരിക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കും. ഈ ദിവസം അങ്ങനെ ഒരു ആഗ്രഹം, നമ്മുടെയൊക്കെ ഒരു കാര്യം, തീരുമാനങ്ങൾ എടുക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടായേച്ചാൽ മതി. ഈശോയോടൊപ്പം ജീവിക്കാൻ ഒരു ആഗ്രഹം. ആ ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളെ നേരായ മാർഗത്തിൽ, എന്നെയും നിങ്ങളെയും നേരായ മാർഗത്തിൽ നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സോ ടേക്ക് എ ഗുഡ് ഡിസിഷൻ, read the Bible, read the word of God, and that will lead you to the right path. Amen.